നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹക്കീം വധം പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള നിരാഹാരം 53-ാം ദിവസത്തിലേക്ക്. കേസ് CBI ഏറ്റെടുക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ നിരസിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ ചോദ്യം ചെയ്ത് സംയുക്ത സമരസമിതി ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചു. പഴയങ്ങാടി ചെങ്ങൽ പ്രദേശത്ത് കുന്നിടിക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. കുന്നിടിക്കലിനെ തുടർന്ന് പ്രദേശത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ നേരിട്ട് ഇടപെട്ടത്. തൃക്കരിപ്പൂർ കൊയ്യുങ്കര മൃഗാശുപത്രിക്ക് സമീപം ആശുപത്രി മാലിന്യങ്ങൾ തള്ളി. നാട്ടുകാരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് മാലിന്യ നിക്ഷേപകരെയും വാഹനത്തെയും പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. വിവരാവകാശ ഫെഡറേഷൻ പയ്യന്നൂർ താലൂക്ക് പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ ചേംബർ ഹാളിൽ കില ഡയറക്ടർ ഡോക്ടർ PP ബാലൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ ഓണക്കുന്നിൽ കൂറ്റൻ ആൽമരം പൊട്ടിവീണു. അവധി ദിവസമായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. വാർത്തകൾ വിശദമായി. ഹക്കീം വധം പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള നിരാഹാരം 53-ാം ദിവസത്തിലേക്ക്. വിനോദ് രാമന്തള്ളിയുടെ സമരം 5-ാം ദിവസത്തിലേക്ക്. സമരത്തിന് ഐക്യദാർഢ്യവുമായി സംഘടനകളും പ്രമുഖരും സമരപന്തലിലെത്തി. നിരാഹാര സത്യാഗ്രഹ സമരപന്തലിൽ നിരാഹാരമിരിക്കുന്ന സംയുക്ത സമരസമിതി അംഗം വിനോദ് രാമന്തളിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ദൃശ്യ പയ്യന്നൂരിന്റെ പ്രവർത്തകർ ഞായറാഴ്ച രാവിലെ മുതൽ സമരപന്തലിൽ ഏകദിന ഉപവാസം നടത്തി. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇത് കഴിഞ്ഞ കുറേ ദശകങ്ങളായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പുതിയ കാലാവസ്ഥയാണ്. സാധാരണ മനുഷ്യരുടെ ജീവന് വിലയില്ലാതാവുന്ന, അസാധാരണം എന്ന് ഇൻവെർട്ടർ കോമയിലിട്ടിട്ട് പറയേണ്ടവരുടെ ജീവിതത്തിന് വലിയ വില വരുന്ന K. ശിവകുമാർ, അഡ്വക്കേറ്റ് KV ഗണേശൻ, T. പുരുഷോത്തമൻ, GD നായർ എന്നിവർ പ്രസംഗിച്ചു. ഹക്കീം വധക്കേസ് CBI ഏറ്റെടുക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ നിരസിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ ചോദ്യം ചെയ്ത് സംയുക്ത സമരസമിതി ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചു. ഹക്കീം വധക്കേസ് CBI ഏറ്റെടുക്കണമെന്ന കേരള സർക്കാരിന്റെ അപേക്ഷ കേന്ദ്ര സർക്കാർ നിരസിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സംയുക്ത സമരസമിതി ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സീനിയർ അഭിഭാഷകൻ K. ഗോപാലക്കുറുപ്പ് മുഖേനയാണ് കേസ് നൽകിയിരിക്കുന്നത്. ഹക്കീം വധക്കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സംയുക്ത സമരസമിതി ഭാരവാഹികളുമായി ചർച്ച ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ട് കത്തയച്ചിരുന്നുവെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. 52 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരു നടപടിയും ഉണ്ടാകാത്ത പക്ഷം ഇനി ശക്തമായ സമരത്തിന് ഒരുങ്ങുമെന്നും T. പുരുഷോത്തമൻ പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ പോലീസ് സംവിധാനം അതിൻ്റെ അന്വേഷണം ആരംഭിച്ച് 1.5 വർഷമായിട്ടും പ്രതികളെ കണ്ടെത്താൻ വേണ്ടി പറ്റാത്ത ഒരു കേസ് എന്ന നിലയിൽ ഈ കേസ് CBI എൻക്വയറികളൂടെ മാത്രമേ തെളിയിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ഇപ്പോഴും നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CBI എൻക്വയറി വരണം. അതിന് വേണ്ടിയിട്ടാണിപ്പോൾ സംയുക്ത സമരസമിതി കേരള ഹൈക്കോടതിയിൽ പുതിയ റിട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. നേരത്തെ അവിടെ ഹക്കീമിൻ്റെ ഭാര്യയുടെ പേരിലൊരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് കൂടാതെ കണ്ട് ഒരു പുതിയ റിട്ടാണ് ഇപ്പോൾ സംയുക്ത സമരസമിതി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ കുറുപ്പ് മുഖേന കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. അതൊരു ഗുണകരമായ നിലയിൽ വരുമെന്ന് തന്നെയാണ് സമരസമിതി ഇപ്പോൾ വിശ്വസിക്കുന്നത്. പഴയങ്ങാടി ചെങ്ങൽ പ്രദേശത്ത് കുന്നിടിക്കുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. കുന്നിടിക്കൽ വ്യാപകമായി പ്രദേശത്ത് വിവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ നേരിട്ട് പ്രവൃത്തി തടഞ്ഞത്. അതേസമയം അധികൃതരുടെ ഒത്താശയോടെയാണെന്ന് ആരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്.
ഏഴോം പഞ്ചായത്തിലെ പഴയങ്ങാടി ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്താണ് കുന്നിടിക്കൽ വ്യാപകമായത്. നേരത്തെ നാട്ടുകാർ കുന്നിടിക്കുന്നത് തടഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും ഞായറാഴ്ച രാവിലെ മുതൽ കുന്നിടിക്കൽ പുനരാരംഭിക്കുകയായിരുന്നു. ഇതാണ് നാട്ടുകാർ സംഘടിച്ച് തടഞ്ഞത്. കുന്നിടിക്കാൻ ഉപയോഗിച്ച JCB പഴയങ്ങാടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രദേശത്തെ കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത് കുന്നിൻ ചെരുവിലുള്ള നിരവധി വീടുകൾക്ക് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. കൂടാതെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും ഇത് കാരണമാകുന്നു. വില്ലേജ് അധികൃതരുടെ ഒത്താശയോടെയാണ് കുന്നിടിച്ചു നിരത്തുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ജനങ്ങൾ എത്ര തന്നെ എതിർത്തിട്ടും മണ്ണെടുപ്പ് തുടരുകയാണ് ചെയ്തത്. ഇതിന്റെ പിന്നിൽ ഭരണ സ്വാധീനമുണ്ട്, പോലീസിന്റെയും വില്ലേജ് ഓഫീസിന്റെ ഒത്താശ പോലും ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം എത്ര വലിയ ഉയരത്തിലുള്ള കുന്നാണ് ഇടിച്ചു നിർത്തിയതെന്ന് ഈ കാഴ്ച കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ചെങ്ങൽ പ്രദേശത്തെ കുന്നിടിക്കൽ തടയാൻ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ കോയോങ്കര മൃഗാശുപത്രിക്ക് സമീപം ആശുപത്രി മാലിന്യങ്ങൾ തള്ളി. മാലിന്യ നിക്ഷേപകരെയും വാഹനത്തെയും പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. തൃക്കരിപ്പൂരിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലെ മാലിന്യങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് സഞ്ചികൾ വണ്ടിയിൽ കൊണ്ടുവന്ന് റോഡരികിലെ കുഴിയിൽ നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് നാട്ടുകാർ രോഷാകുലരായത്. ആശുപത്രി ഉടമയുടെ അധീനതയിൽ കൊയോങ്കര ബസ് സ്റ്റോപ്പിനും മുത്തപ്പൻ ക്ഷേത്രത്തിനും പടിഞ്ഞാറ് വശത്തുള്ള ക്വാർട്ടേഴ്സിന് മുമ്പിലെ കുഴിയിൽ ഞായറാഴ്ച രാവിലെ 9:30-ഓടെയാണ് മാലിന്യം നിറച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചന്തേര പോലീസ് എത്തി മാലിന്യങ്ങൾ നിക്ഷേപിച്ചവരെ കൊണ്ട് തന്നെ തിരിച്ച് വണ്ടിയിൽ കയറ്റിച്ചു. ഇപ്പോൾ കൊണ്ടിട്ട് കംപ്ലീറ്റ് വേസ്റ്റാണ്. അവർ ഇത് ഒരുപാട് സാധനങ്ങൾ ബാക്കിയുണ്ട്. ഇത്രേ ഇപ്പോൾ സ്റ്റേഷനിൽ അവർ പോലീസുകാർ വന്നിട്ട് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അത് തേച്ച് കൊണ്ടുപോയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളത് എടുത്തിട്ട് അവരെ വീട്ടിൽ കൊണ്ടുവരും. അതിലൊരു വർത്താനമില്ല. നമുക്ക് അത്രയും പറയാനുണ്ട്. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് അധികൃതരുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയവരെയും വ്യാപാരികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെയും 100% വിജയം കൈവരിച്ച +2 വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. ശനിയാഴ്ച വൈകിട്ട് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന അനുമോദന പരിപാടി കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി സ്കൂളിലും ഹൈസ്കൂളിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോത്സാഹനം ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കല്യാണ ചടങ്ങുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് എന്ന് പറയുന്നത് മണവാളിനെ സ്വീകരിക്കുവാൻ വേണ്ടി വീട്ടുകാരൊക്കെ താഴോട്ടിറങ്ങി വരും. അവരെ ബഹുമാനിച്ച് ആദരിച്ച് ഇരു കൈകളും നീട്ടി ഉള്ളിലേക്ക് മണിയറിലേക്ക് കൊണ്ടുപോകും. മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് സായി കിഷോർ വി അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യാം ഏച്ചേരിയാണ് അവാർഡ് വിതരണം നടത്തിയത്. വ്യാപാരികളുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണം പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ നിർവഹിച്ചു. VKV മനോജ്, MP തിലകൻ, VP സുമിത്രൻ, V നന്ദകുമാർ, ശ്രീകല P, ബിജു T, സുജിത്ത് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. കരിവള്ളൂർ ഓണക്കുന്നിൽ കൂറ്റൻ ആൽമരം പൊട്ടിവീണു. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ ആൽമരമാണ് ഞായറാഴ്ച ഉച്ചയോടെ പൊട്ടിവീണത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് ആൽമരം പകുതി ഭാഗം പൊട്ടിവീണത്. അവധി ദിവസമായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സ്കൂൾ കുട്ടികൾ വിശ്രമ സമയം ചിലവഴിക്കുന്നത് ഈ ആൽമര ചുവട്ടിലാണ്. കൂടാതെ മുച്ചിലോട്ട് ക്ഷേത്രത്തിലേക്കും മാനിഗുരു സ്കൂളിലേക്കും പോകുന്നതും മരം കടപുഴകി വീണ പാതയിൽ കൂടിയാണ്. ആൽമരത്തിന്റെ പകുതി ഭാഗം മാത്രമേ പൊട്ടിവീണുള്ളൂ എന്നുള്ളതും ബാക്കി ദ്രവിച്ച് അപകട ഭീഷണി ഉയർത്തി ഇപ്പോഴും നിൽക്കുന്നു എന്നതും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് പൊട്ടിവീഴാറായ ആൽമരം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യുവശക്തി എഡാട്ടിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചു. TV രാജേഷ് ഉപഹാര സമർപ്പണം നടത്തി.
തലച്ചോറുകളുള്ള രാജ്യമാണ് ലോകത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നത്. കാരണം റോ മെറ്റീരിയലിനേക്കാൾ, അസംസ്കൃത വസ്തുവിനേക്കാൾ ബുദ്ധിശക്തിക്ക്, ഇന്റലക്ച്വൽ ക്യാപിറ്റലിന്, ഭൗതിക മൂലധനത്തിന് 1, 2, 3 വാർഡുകളിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചത്. സുമേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. തുടർന്ന് വേണമെങ്കിൽ കൃഷി കൈവെള്ളയിലും എന്ന വിഷയത്തിൽ കാർഷിക വിജ്ഞാന ക്ലാസും നടന്നു. പെരിങ്ങോം കൃഷി ഓഫീസർ KM മോഹനൻ ക്ലാസിന് നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നുമുള്ള നേന്ത്രവാഴ വിത്തിന്റെ സൗജന്യ വിതരണവും നടന്നു. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ യൂണിറ്റുകളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംയുക്ത യോഗം തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്നു. KPCC നിർവാഹക സമിതി അംഗം K. വെളുത്തമ്പു ഉദ്ഘാടനം ചെയ്തു. SNDP തൃക്കരിപ്പൂർ യൂണിയന് കീഴിലെ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾക്ക് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. സർക്കാരിൽ നിന്ന് ഈ തുക യൂണിയൻ കൈപ്പറ്റിയിരുന്നെങ്കിലും മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾക്ക് സംഖ്യ കൈമാറിയിരുന്നില്ല. ഈ തുക അനർഹമായി കൈക്കലാക്കിയതാരെന്നും തട്ടിപ്പിന് നേതൃത്വം നൽകിയതാരൊക്കെയെന്നും സമഗ്രമായി അന്വേഷിക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്നു. തട്ടിപ്പിനിരയായ മൈക്രോ ഫിനാൻസ് സംഘങ്ങളിൽപ്പെട്ട സ്ത്രീകൾ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും നേരിട്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലാത്ത അവസ്ഥയാണുള്ളത്. തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന ശക്തമായ ആവശ്യമുന്നയിച്ചാണ് സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയുടെയും മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളുടെയും തട്ടിപ്പിനിരയായ യൂണിറ്റ് അംഗങ്ങളുടെയും സംയുക്ത യോഗം തൃക്കരിപ്പൂരിൽ ചേർന്നത്. യോഗത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ VV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം K. വെളുത്തമ്പു യോഗം ഉദ്ഘാടനം ചെയ്തു. C. രവി, TV ബാലകൃഷ്ണൻ, മനോഹരൻ കൂവാരത്ത്, TS നജീബ്, ഭാസ്കരൻ KV, PV ഗോപാലൻ, T. ഗംഗാധരൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർ സംഗമം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. IRPC സാന്ത്വന പരിചരണ രംഗത്ത് നടത്തിവരുന്ന പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ആഗസ്റ്റ് 19 കൃഷ്ണപിള്ള ദിനത്തിൽ വളണ്ടിയർമാർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ നടത്തുന്ന സമ്പൂർണ്ണ ഹോം കെയർ വിജയിപ്പിക്കുന്നതിനുമായാണ് ഇത്തരമൊരു സംഗമം സംഘടിപ്പിച്ചത്. പരിപാടി C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ M. ഹരിദാസ് അധ്യക്ഷനായിരുന്നു. സാന്ത്വന കേന്ദ്രം, ലൈബ്രറി പുസ്തകങ്ങൾ TI മധുസൂദനൻ ഏറ്റുവാങ്ങി. മുഹമ്മദ് അഷ്റഫ്, V. നന്ദകുമാർ, ഡോക്ടർ P. വിജയൻ, PV ലക്ഷ്മണൻ, TV നാരായണ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. 200ഓളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു. മതസൗഹാർദ്ദ സന്ദേശവുമായി പഴയങ്ങാടി BV റോഡിലെ ഓട്ടോ തൊഴിലാളികളുടെ കൂട്ടായ്മ ശ്രദ്ധേയമാവുന്നു. പുണ്യമാസത്തിൽ സർവ്വമതസ്ഥർക്കും റമദാൻ കിറ്റ് വിതരണം ചെയ്യുകയാണ് BV റോഡിലെ STO ഓട്ടോ തൊഴിലാളികൾ. ജീവകാരുണ്യം ജീവിതചര്യയാക്കി മാറ്റിയ ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് BV റോഡിലെ STO. തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം സ്വരുക്കൂട്ടി വെച്ച് എല്ലാ വർഷവും 100ഓളം കുടുംബങ്ങൾക്ക് ഇവർ റംസാൻ കിറ്റ് നൽകി വരുന്നു. ഇതിനായി ഒരു വർഷം 1.5 ലക്ഷത്തോളം രൂപ ഇവർ ചിലവഴിക്കുന്നു. ഇക്കുറി ഹൈന്ദവ ഭവനങ്ങളിലും ക്രിസ്തീയ ഭവനങ്ങളിലും ഇവർ റംസാൻ കിറ്റ് എത്തിച്ചു നൽകി. ശാരീരിക വൈകല്യമുള്ളവർക്കും പാവങ്ങൾക്കുമാണ് ഇവർ സഹായം നൽകി വരുന്നത്. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MB മഹമ്മൂദിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം രക്തദാന സേന, ചികിത്സാ സഹായ വിതരണം, മതസൗഹാർദ്ദ സംഗമം തുടങ്ങിയ പരിപാടികളും കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവർ സംഘടിപ്പിക്കുന്നു. റിലീഫ് വിതരണം STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MB മഹമ്മൂദ് നിർവഹിച്ചു. T. അഷറഫ്, P. ഷുക്കൂർ, UK ലത്തീഫ്, MB നിസാർ, മൻസൂർ, മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംബന്ധിച്ചു. വിവരാവകാശ ഫെഡറേഷൻ പയ്യന്നൂർ താലൂക്ക് പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്നു. കില ഡയറക്ടർ ഡോക്ടർ PP ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോക്രാറ്റ് ആറ്റിറ്റ്യൂഡുകൾ എവിടെ ഉയർന്നു വരുന്നുണ്ടോ ആ ഓട്ടോക്രാറ്റ് ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാകേണ്ടത് ചിലപ്പോൾ പട്ടാളം, പോലീസ് അല്ലെങ്കിൽ അതുപോലുള്ള ഉയർന്ന മേഖലകളിൽ വിപ്ലവക്കുഴപ്പം പോലുള്ള സാഹചര്യങ്ങൾ ഉയർന്നു വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ മികച്ച മാതൃകക്കായി ഇന്ത്യയിലെ ഉറ്റുനോക്കുന്ന ജനാധിപത്യ പ്രേമികൾക്ക് പ്രത്യാശ നൽകുന്നതാണ് വിവരാവകാശ നിയമമെന്നും കില ഡയറക്ടർ ഡോക്ടർ PP ബാലൻ അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് PP സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ MV അമരേശൻ, V. ശ്രീകുമാർ, പത്മൻ കോഴൂർ, അഡ്വക്കേറ്റ് KK നായർ, P. പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു.
സ്വാമിമുക്കിൽ നടന്ന ചക്ക മഹോത്സവം ശ്രദ്ധേയമായി. നാടൻ രുചികളെ തിരികെ പിടിക്കാൻ വേണ്ടിയാണ് കക്കിരിയാട് പൊതുജന വായനശാല പ്രവർത്തകർ ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നിട്ടിറങ്ങിയത്. 100 കൂട്ടം ചക്ക വിഭവങ്ങളുമായാണ് കക്കിരിയാട് പൊതുജന വായനശാല പ്രവർത്തകർ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത്. ചക്ക കേക്ക്, ചക്ക അച്ചാർ, ചക്ക ഉണ്ണിയപ്പം എന്നുവേണ്ട ചക്കയിൽ സംഘാടകർ ഒരു 100 കൂട്ടം വിഭവങ്ങൾ ഒരുക്കി. നാടൻ രുചികളെ പുനരുജ്ജീവിപ്പിക്കുകയും പഴയകാല ആരോഗ്യശീലങ്ങൾ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത്. പ്രകൃതി സൗഹൃദ സന്ദേശമുണർത്തി പ്ലാസ്റ്റിക് ഗ്ലാസുകൾ ഒഴിവാക്കി സ്റ്റീൽ ഗ്ലാസുകളിലാണ് ചക്കപ്പായസം വിളമ്പിയത്. കുടുംബശ്രീ പ്രവർത്തകരുമായി സഹകരിച്ചാണ് ചക്ക വിഭവങ്ങൾ ഒരുക്കിയത്. നാം പാഴാക്കി കളയുന്ന ചക്ക അനന്ത സാധ്യതകളുള്ള ഒന്നാണെന്ന് സംഘാടകർ ബോധ്യപ്പെടുത്തുക കൂടിയായിരുന്നു ചക്ക മഹോത്സവത്തിലൂടെ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ഭാരതീയ മസ്ദൂർ സംഘം BMS തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്നു. BMS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അവകാശങ്ങളൊക്കെ തന്നെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ പ്രവർത്തകന്മാരെന്ന് അതിൽ ഉദ്ഘോഷിച്ചല്ലോ. നമ്മുടെ അവകാശങ്ങളെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെയാണ്. കണ്ണിലെ കൃഷ്ണമണിയെ പോലെ പ്രാധാന്യം നമുക്കറിയാവുന്നത്. ശരീരത്തിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് K. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി A. രാജീവൻ, TV ഷിബിൻ, T. ഗംഗാധരൻ, K. ശശിധരൻ, K. രവി, P. ഗോപാലൻ നായർ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി, കുഞ്ഞിമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇതര ദേശ തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. ചന്ദ്രിക ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജിന്റെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ PV പ്രേമവല്ലി അധ്യക്ഷയായി. ഡെപ്യൂട്ടി DMO ഡോക്ടർ മനോജ്, മുരളി HS എന്നിവർ പദ്ധതി വിശദീകരിച്ചു. ഡോക്ടർ ദീപക് ദാമോദരൻ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ പവിത്ര മോഹനൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി പനി പരിശോധന, മലമ്പനി, രക്തപരിശോധന എന്നിവയും നടന്നു. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. മാടായി ഏരിയ ജൈവ കൃഷി സമിതിയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി നടിയിൽ ഉത്സവത്തിന് ഒറന്നടത്ത് ചാലിൽ തുടക്കമായി. കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജൈവ കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ പ്രദേശങ്ങളിൽ കൃഷി ആരംഭിക്കുന്നതിനുമുള്ള കൂട്ടായ്മകൾ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച മാടായി ഏരിയ ജൈവ കൃഷി സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ജൈവ പച്ചക്കറി കൃഷിയുടെ മാടായി ഏരിയാതല ഉദ്ഘാടനം നടിയിലുത്സവം ഒറന്നടച്ചാൽ സുന്ദരയ്യ സ്മാരകത്തിന് സമീപം നടന്നു. കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജൈവ കൃഷി മാടായി ഏരിയ സമിതി ചെയർമാൻ K. പത്മനാഭൻ അധ്യക്ഷനായി. CM വേണുഗോപാലൻ, V. രമേശൻ, CV ദാമോദരൻ, VV ഗോവിന്ദൻ മാസ്റ്റർ, കൃഷി ഓഫീസർ G. നിഷ, KV ലക്ഷ്മണൻ, P. ദാമോദരൻ മാസ്റ്റർ, N. ഗംഗാധരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന്റെ തളിപ്പറമ്പ്, പയ്യന്നൂർ ബ്ലോക്കുകളിലെ കുടുംബസംഗമം കൈതപ്രത്ത് നടന്നു. ദേശീയ പെൻഷനേഴ്സ് മഹാസംഘ് പ്രസിഡന്റ് CH സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൈതപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ MS മാസ്റ്റർ നഗറിലാണ് കുടുംബസംഗമം നടന്നത്. ഉദ്ഘാടന ചടങ്ങിൽ MP സുബ്രഹ്മണ്യൻ നമ്പൂതിരി അധ്യക്ഷനായി. ശംഭൂജി ബ്രഹ്മചാരി, ഭാർഗവറാംജി അനുഗ്രഹഭാഷണം നടത്തി. M. പത്മനാഭൻ നമ്പൂതിരി, PP കരുണാകരൻ, PN ദാമോദരൻ, P. രാജേഷ് കുമാർ, MP ബാലൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി മുതിർന്ന സംഘാംഗങ്ങളെയും ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. VN വിഷ്ണു നമ്പൂതിരി, C. രാഘവൻ, M. ദേവകി അന്തർജനം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി കുടുംബ പെൻഷൻ ക്ലാസ്, സംഘടനാ ചർച്ച, സാംസ്കാരിക സമ്മേളനം എന്നിവയും നടന്നു. ചെറുവിച്ചേരി തണൽ സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നെൽകൃഷി ആരംഭിച്ചു. 1 ഏക്കർ സ്ഥലത്ത് പൂർണ്ണമായും ജൈവ രീതിയിൽ 7-2 വിത്തിനമാണ് കൃഷി ചെയ്യുന്നത്. ഏതാണ്ട് 8 മാസത്തോളം പ്രായമുള്ള ഈ കൂട്ടായ്മ ജനോപകാരപ്രദമായ നിരവധി പ്രവർത്തനങ്ങളാൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ചെറുവാച്ചേരിയിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ ഒരു വെയിറ്റിംഗ് ഷെഡ്, തുടർന്നുള്ള മാസങ്ങളിൽ പൂർണ്ണമായും ജൈവ രീതിയിൽ പച്ചക്കറി കൃഷിയും ഇവർ നടത്തി വന്നു. ഇത്തരത്തിൽ കിൻഡൽ കണക്കിന് വെള്ളരിയാണ് ഇവർ നാട്ടുകാർക്ക് വിതരണം ചെയ്തത്. ഇതിന്റെ തുടർച്ചയായാണ് 1.5 ഏക്കർ തരിശുപാടത്ത് നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്. 7-2 നെൽവിത്താണ് ഇവർ കൃഷി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അധികം ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ 7 ഭാഗത്ത് ഉപയോഗിക്കുന്ന 7-2 എന്നൊരു വിത്തിനമുണ്ട്. ആ വിത്തിനം നമ്മുടെ നാട്ടിൽ കൂടി ഒരു പരീക്ഷണ രീതിയിൽ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ടും ഡോക്ടർ വനജയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഏറെക്കുറെ
അത് പരീക്ഷിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം കൂടി നമ്മുടെ സംഘത്തിൻ്റെ അടുത്ത് ഉണ്ടാകുന്നുണ്ട്. ഏകദേശം ഒരേക്കർ തരിശായി കിടക്കുന്ന സ്ഥലത്താണ് ഒരു പുതിയ വിത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംഘത്തിൻ്റെ വൈദഗ്ധ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൃഷിയുടെ ഭാഗമായുള്ള ഞാറുനടിയിൽ ഞായറാഴ്ച പാടശേഖരത്തിൽ നടന്നു. വി സന്തോഷ്, കെ പ്രസാദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 20ഓളം പേരാണ് കൃഷിയിൽ പങ്കാളികളാകുന്നത്. നെൽകൃഷിക്ക് പുറമെ മഴക്കാല പച്ചക്കറി കൃഷിയുടെ ഭാഗമായി വെണ്ട, പയർ എന്നിവയും ഇവർ കൃഷി ചെയ്തു വരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU കുഞ്ഞിമംഗലം പഞ്ചായത്ത് സമ്മേളനം കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിൽ നടന്നു. CITU മാടായി ഏരിയ സെക്രട്ടറി EP ബാലൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് വരെയുള്ള ചികിത്സ സൗജന്യമാക്കി, സാർവത്രികമാക്കി. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോട് പറഞ്ഞു, നിങ്ങൾ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തിക്കൂടാ. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ K ലളിത അധ്യക്ഷയായി. AWHA BC സെക്രട്ടറി KV ഭവാനി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KV ഗീത സംസാരിച്ചു. കണ്ണൂർ രൂപത നടപ്പാക്കുന്ന വിദ്യാഭ്യാസ വികസന പദ്ധതിയായ വിദ്യാജ്യോതിസിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ക്ലാരൻസ് പലേത്ത് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോസ് തണ്ണിക്കോട്ട് അധ്യക്ഷനായി. ഉറുസുലൈൻ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ അനു ജോസ്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി റോയ് അൽദോസ്, ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു. സൺഡേ സ്കൂളിലെ വിവിധ മത്സരങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള സാമ്പത്തിക കാര്യസമിതി യോഗം സംഘാടക സമിതി ചെയർമാൻ KP കുഞ്ഞിക്കണ്ണന്റെ അധ്യക്ഷതയിൽ നടന്നു. 2016 ഫെബ്രുവരി 6, 7, 8, 9 തീയതികളിൽ നടക്കുന്ന തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ സാമ്പത്തിക കാര്യസമിതി യോഗം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. 1.5 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ സാമ്പത്തിക സ്വരൂപണ കാര്യങ്ങളെക്കുറിച്ച് സംഘാടക സമിതി ചെയർമാൻ വിശദമായ നിർദ്ദേശങ്ങൾ നൽകി. സാമ്പത്തിക സമിതി ചെയർമാൻ KV വിജയൻ, K ശ്രീധരൻ മാസ്റ്റർ, P കൃഷ്ണൻ, PV പത്മനാഭൻ, K ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സൗത്ത് തൃക്കരിപ്പൂർ ഇളമ്പച്ചി തെക്കുംപാട് ആരംഭിച്ച സ്റ്റേഷനറി ഗ്രോസറി രംഗത്തെ നൂതന സംരംഭമായ കീർത്തിക മിനിനാർട്ടിന്റെ ഉദ്ഘാടനം മാട്ടുമ്മൽ തമ്പാൻ നിർവഹിച്ചു. സ്റ്റേഷനറി, ഗ്രോസറി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽമ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഹോം ഡെലിവറി സൗകര്യത്തോടെയാണ് കീർത്തിക മിനി മാർട്ട് ഇളമ്പച്ചി തെക്കുംപാട് പ്രവർത്തനം ആരംഭിച്ചത്. ഞായറാഴ്ച രാവിലെ മാട്ടുമ്മൽ തമ്പാൻ നിലവിളക്ക് കൊളുത്തി മാർട്ടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങിയത് ജമാൽ ഹാജിയായിരുന്നു. കാനക്കിൽ കമലാക്ഷൻ പണിക്കർ ചടങ്ങിൽ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ബന്ധുക്കളുമടക്കം നിരവധി ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഇനി മാറ്റൊലി. കാസർഗോഡ് കോട്ട സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകി. ഇത്തരത്തിൽ പൊതുസ്വത്ത് സ്വകാര്യ വ്യക്തി കയ്യേറുമ്പോൾ അധികൃതർ മൗനം പാലിക്കുകയാണ്. പ്രതികരണങ്ങളിലേക്ക്. വളരെ മോശമായ ഒരു അഭിപ്രായം. ഇത്രയും ജനങ്ങൾ പോയിട്ട് സന്ദർശിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ വിറ്റിട്ട് കാശാക്കുക, അതും ഉദ്യോഗസ്ഥന്മാർ, അതെല്ലാം തന്നെ വളരെ മോശപ്പെട്ടൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. എന്നും ഇതിനെപ്പറ്റി ഒരു നടപടി എടുക്കണം എന്നാണ് ഏറ്റവും കൂടുതൽ ഇന്നുകൂടെ ആഗ്രഹിച്ച് പറയാനുള്ള ഒരു കാര്യം. ഭരണം നടത്തുന്ന അധികാരികളുടെ സമ്മതത്തോടു കൂടിയാണ് ഇത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ പൊതുസമ്പത്ത് സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്ന രൂപത്തിലേക്കുള്ള നടപടികളുമായിട്ട് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഭരണവർഗത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. പുരാവസ്തുവിനേക്കാൾ പുരാവസ്തുവായ ഈ കോട്ട സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ ഓരോ പൗരൻ്റെയും കടമയാണ്. പക്ഷേ ഇവിടെ വംശാധിപത്യം ഇല്ലാതാക്കുന്നൊരവസ്ഥ ഒന്നുകൂടായില്ല. അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വിശ്വസൗന്ദര്യം കരകവിഞ്ഞൊഴുകുന്ന വശ്യസുന്ദര സൗന്ദര്യശില്പമാം താജ്മഹൽ തന്നെ നാളെ ഒരു വംശാധിപത്യത്തിൻ്റെ പേരിൽ പിഴുതെറിഞ്ഞ് അത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി പടുത്തുയർത്തുമോ എന്നും കൂടി ഞാൻ സംശയിക്കുന്നു. ഇപ്പോൾ ഈ നവകാലത്ത് സാധാരണ എല്ലാ നമ്മുടെ പൈതൃകങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ തന്നെ ഇതുപോലുള്ള ഈ ടൂറിസം മേഖലയിലുള്ള എല്ലാ നല്ല സമ്പത്തുകളൊക്കെ തന്നെ കോർപ്പറേറ്റ് മുതലാളിമാരും സമ്പന്നരും കയ്യിൽ വെക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വിറ്റ് തുലച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്.
ഇതെന്ത് തന്നെയായാലും ശരി, ഈ രീതിയിൽ നോക്കി നിൽക്കുക നമുക്ക് ഭൂഷണമല്ല. കേരളത്തെ പോലുള്ളൊരു രാജ്യത്ത്, സംസ്ഥാനത്ത് വളരെ ഒരുപാട് ചരിത്ര പാരമ്പര്യമുള്ള, സമര പാരമ്പര്യമുള്ള ഈ കാലഘട്ട സമൂഹം ഉൾക്കൊള്ളുന്ന ഈ കേരളത്തിൽ അത് അനുവദിച്ചു കൊടുത്തുകൂടാ എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹക്കീം വധം പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള നിരാഹാരം 53-ാം ദിവസത്തിലേക്ക്. കേസ് CBI ഏറ്റെടുക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ നിരസിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ ചോദ്യം ചെയ്ത് സംയുക്ത സമരസമിതി ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചു. പഴയങ്ങാടി ചെങ്ങൽ പ്രദേശത്ത് കുന്നിടിക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. കുന്നിടിക്കലിനെ തുടർന്ന് പ്രദേശത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ നേരിട്ട് ഇടപെട്ടത്. തൃക്കരിപ്പൂർ കോയ്യോങ്കര മൃഗാശുപത്രിക്ക് സമീപം ആശുപത്രി മാലിന്യങ്ങൾ തള്ളി. നാട്ടുകാരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് മാലിന്യ നിക്ഷേപകരെയും വാഹനത്തെയും പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. വിവരാവകാശ ഫെഡറേഷൻ പയ്യന്നൂർ താലൂക്ക് പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ ചേംബർ ഹാളിൽ കില ഡയറക്ടർ ഡോക്ടർ PP ബാലൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ ഓണക്കുന്നിൽ കൂറ്റൻ ആൽമരം പൊട്ടിവീണു. അവധി ദിവസമായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.